ഡാർലീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ കൊണ്ടുള്ള ഒരു ജാമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് 1/2 കിലോ ടൊമാറ്റോയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് മിക്സിയിലിട്ട് അരച്ച് അരിപ്പയ്ക്കകത്തെല്ലാം അരിച്ച് വെച്ചിരിക്കുന്ന ആ സാധനമാണിത്. അതിന് വേണ്ടിയ പഞ്ചസാര 1 കപ്പ് പഞ്ചസാര, അതുപോലെ ഏലക്കാപ്പൊടി 1/2 സ്പൂൺ ഏലക്കാപ്പൊടി, 2 സ്പൂണ് എള്ള്, അതുപോലെ നെയ്യ് 2 സ്പൂണ് നെയ്യ്, 2 സ്പൂണ് വിനാഗിരി. നമുക്ക് ആദ്യം ഈ എള്ള് ഒന്നിട്ട് 2 ടീസ്പൂണാണ്, ഞാൻ ടീസ്പൂണെന്ന് പറഞ്ഞില്ല. എള്ളൊന്നിട്ട് അതൊന്ന് വറക്കാം. എള്ളിവിടെ നമ്മൾ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിക്ക അരിഞ്ഞ് വെച്ച ഇതങ്ങോട്ട് ലിക്വിഡ് അങ്ങോട്ട് ഒഴിക്കാം. ഇനി ഇതിട്ട് ഇവിടിട്ട് ഒന്ന് തിളപ്പിക്കാം. ഇത് ടൊമാറ്റോയുടെ മിശ്രിതം ഇവിടെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര അങ്ങോട്ട് ഇടാം. പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഇടാം. പഞ്ചസാര ഇട്ടു. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് അതിലേക്ക് ഇടാം. ഒരു സ്പൂൺ നെയ്യ് അതിലേക്ക് നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് നമുക്കൊന്ന് ചേർക്കാം. ഏലക്കാപ്പൊടി അതും ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊഴുക്കുന്നതിനും വരെ നമുക്ക് ഇളക്കി വാങ്ങാം. നമുക്കതിലേക്ക് അല്പം വിനാഗിരി ചേർക്കാം. ടൊമാറ്റോയുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല രുചികരമാണ്. കടയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നാലും അതിലും ടേസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കാം. ഇത് ഫ്രിഡ്ജിൽ 2 മാസമൊക്കെ നമുക്ക് സൂക്ഷിക്കുന്നതിന് സാധിക്കും. എല്ലാവരും ഇത് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണം. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ ബായ്.